ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? നമ്മൾ ഓഗസ്റ്റ് മാസം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ ബാൻഡുകളുടെ എല്ലാം മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു ജൂലൈ ആയപ്പോഴത്തേക്കും ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കർണാടകയിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറായിരുന്നു കേട്ടോ. 20 സെയിം മോഡലുള്ള ഹെയർ ബാൻഡ് ആയിരുന്നു അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പല മോഡലുള്ള ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കുന്നത് പോലെയല്ല, സെയിം ഡിസൈനുള്ള ഹെയർ ബാൻഡ് ഒരുപാടെണ്ണം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സംഗതി ബോറടിച്ച് തുടങ്ങും. എങ്ങനെയായാലും ഞാനിതാ ഇത്രയും എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണും B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് ഒരുപാട് പേര് ഓരോ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ പറയാം. നമുക്കത് ഈ ഒരു ഹെയർ ബാൻഡുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. ഞാനിതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവേഴ്സിലാണ് ആദ്യം ഇത് പാക്ക് ചെയ്യുന്നത്. ഓരോ 10 ഹെയർ ബാൻഡ് വീതം ഇതുപോലെ 2 കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോക്സിലാക്കി എടുക്കണം. നമ്മളിത് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കി സെക്യൂറാക്കി അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മുടെ ഹെയർ ബാൻഡുകൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ടേപ്പെല്ലാം വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സാധാരണ ബുക്കൊക്കെ പൊതിയുന്ന ആ ഒരു കവർ വെച്ചിട്ട് ഈ ഒരു ബോക്സിനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം എഴുതിയിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. എൻ്റെ അഡ്രസ്സ് എഴുതിയതിന് താഴെയായിട്ട് ഞാൻ എൻ്റെ സ്റ്റിക്കറും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാറാണ് ചെയ്യാറ്. ഇനി നമ്മുടെ ഗ്ലൂവിനെ കുറിച്ച് പറയാം. ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് എല്ലാം ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോരില്ല എന്നൊക്കെ. ഞാൻ ആദ്യം ഒട്ടിക്കാനായിട്ട് ചെറിയൊരു ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കറിയാം, ഒരു പച്ച കളറിലുള്ളൊരു ഗ്ലൂ ഗണ്ണ്. അതിനന്ന് 180 രൂപയായിരുന്നു റേറ്റ് വന്നിരുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല, ചിലതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരൊക്കെ അഭിപ്രായം പറഞ്ഞത് കേട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചത്. ഇത് ആപ്ടെക്കിൻ്റെ ഗ്ലൂ ഗണ്ണാണ്. ഇതിന് 300 സംതിങ് എത്രയായിരുന്നു റേറ്റ് വന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് ഒട്ടിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. നമ്മൾ പ്ലെയിനായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പിലെല്ലാം ഒട്ടിക്കുമ്പോൾ സ്റ്റോണൊക്കെ ഒട്ടിച്ചാൽ നമുക്കത് ഉണങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എനിക്ക് മാത്രമാണോ അങ്ങനെ പറ്റിയതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് എനിക്ക് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് കിട്ടിയത്. ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല, കുറച്ച് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ അലിഗേറ്ററിൽ സ്റ്റോണ് ബീഡ്സ് ഒട്ടിക്കുമ്പോഴും നമ്മുടെ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒട്ടുന്നുണ്ട്. പെട്ടെന്നൊന്നും പറഞ്ഞു പോരുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും പറഞ്ഞു പോരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫാൻസി ഐറ്റംസ് ആയാലും കുറേ കാലമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോരും, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ ഇത് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ഒട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്ക് എനിക്ക് കിട്ടിയതിൽ പിന്നെ ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് എല്ലാ ഹെയർ ബാൻഡും ചെയ്തെടുക്കുന്നത്. കാരണം B7000 വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ വയർ ഹെയർ ബാൻഡിൽ ബീഡ്സ് എല്ലാം വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിലൊക്കെ B7000 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ ക്വാളിറ്റി അല്ല നോക്കേണ്ടത്, സ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് എന്നാണ്. കാരണം ഈ ഒരു സെയിം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റിൽ നമ്മുടെ നോർമൽ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയവരെയാണ് നല്ല രീതിയിൽ ഒട്ടാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ് അലിഗേറ്ററിൽ. ഇത് നമ്മൾ ഇതുപോലെ പറിച്ചെടുത്താലും പെട്ടെന്നൊന്നും പറഞ്ഞു പോരില്ല. നമ്മുടെ ഫോം ഷീറ്റ് കീറിപ്പോവുക എന്നുള്ളതല്ലാതെ ഇത് അലിഗേറ്റർ ക്ലിപ്പിൽ നിന്നും പറഞ്ഞു പോരുന്നില്ല. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഏത് യൂസ് ചെയ്താലും അതിലിടുന്ന സ്റ്റിക്ക് നല്ലത് സെലക്ട് ചെയ്താൽ മതി. കൂടുതലായിട്ട് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസ് പോലെ തെളിഞ്ഞ് കാണുന്ന രീതിയിലുള്ള ഗ്ലൂ സ്റ്റിക്കാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒട്ടുന്നത് ഇതുപോലെയുള്ള ഒരു വൈറ്റ് കളറിൽ വരുന്ന ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോഴാണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് കാണിക്കാൻ എൻ്റെ കയ്യിൽ നമ്മുടെ സാധാരണ ഗ്ലൂ സ്റ്റിക്ക് ഇല്ല. എൻ്റെ കയ്യിലിപ്പോൾ ഇത് മാത്രമാണ് ഉള്ളത്. ഇത് വെച്ചിട്ട് ഇതൊരു വൈറ്റ് കളറിലായിട്ടാണ് ഉള്ളത്, നമ്മുടെ മെഴുകുതിരി പോലെയൊക്കെയാണ് വരുന്നത്. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ എനിക്കിത് നല്ല രീതിയിൽ ഒട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാലം ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതും നല്ല രീതിയിൽ ഒട്ടുന്നത് ഉണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് നല്ലതായി തോന്നിയിട്ടുള്ളത് ഇതുപോലെയുള്ള സ്റ്റിക്കുകളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗ്ലൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.